ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് ഒക്കെ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല ഓൺ വോയിസ് ഒന്നും ചെയ്ത്. രാവിലെ 5:30 കുതിരൻടണൽ വഴി പോകുന്നതാണ്. നമസ്കാരം. ക്രൂസിംഗ് സ്പീഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് ഒക്കെ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല ഓൺ വോയിസ് ഒന്നും ചെയ്ത്. അപ്പോൾ എന്നാലും ഞങ്ങളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അതായത് ട്രിവാൻഡ്രത്ത് നിന്നും ആഗ്ര വരെ താജ്മഹൽ കാണാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ അതൊരു വലിയൊരു സ്വപ്നമായിരുന്നു എന്ന് തന്നെ പറയാം. ആഗ്രയില് താജ്മഹൽ കാണണമെന്നുള്ളത്, അതും ബൈക്കിൽ പോകണമെന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോയുടെ ബ്രീഫിംഗ് ആണിത്. ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു 23 days എടുത്തിട്ടുള്ള ട്രിപ്പാണ്. ഫസ്റ്റ് നമ്മൾ തൃശ്ശൂരാണ് സ്റ്റേ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കർണാടകയിൽ ഹംപിയുടെ അടുത്തായിട്ടാണ് സ്റ്റേ ചെയ്തത്. നേരെ അന്നത്തെ ദിവസം സെക്കൻഡ് ഡേ പോയിട്ടുണ്ടായിരുന്നത് ഹംപിയിലാണ് പോയത്. അവിടെ നിന്ന് പിന്നെ പോയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് താജ്മഹൽ എന്നറിയപ്പെടുന്ന ബിജാപ്പൂരിലെ ഇബ്രാഹിം റൗസ കാണാനായിട്ടാണ് പോയത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പോയതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാനിലെ ഉദയ്പൂറും ജയ്പൂറൊക്കെ കണ്ടു, പിങ്ക് സിറ്റി കണ്ട് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പോയത് നമ്മുടെ താജ്മഹൽ കാണാനായിട്ട് ആഗ്രയിലോട്ടാണ് പോയത്. 23 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണം. അപ്പോൾ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. അപ്പോൾ അതിനൊക്കെ മറുപടി തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഓരോ പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ തൃശ്ശൂർ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ കർണാടകയിൽ ഹംപിയിലാണ് നമ്മളെ ഫസ്റ്റ് ഇത് വരുന്നത്. അപ്പോൾ അതുവരെയുള്ള വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആക്ച്വലി ഹംപി വരുന്ന അടുത്ത എപ്പിസോഡിലായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നേരെ ഹംപി എത്തുന്നത് വരെയുള്ള വീഡിയോ ഇരിക്കും. അപ്പം ബൈക്കിലായതുകൊണ്ട് പോയ വഴികളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ജസ്റ്റ് ഒന്ന് പോയ വഴികൾ മാത്രമാണ് ഇപ്പൊ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഹംപി ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നത് ഫുള്ളായിട്ട്. ഹംപി ഫുള്ളൊന്നും പോയിട്ടില്ല. അപ്പം പോയ സ്ഥലങ്ങളൊക്കെ നമുക്കതിൽ കാണാം. രാവിലെ 7:30 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളുടെ ബൈക്ക് എന്ന് പറയുന്നത് SD റോഡ്സ്റ്റർ ആണ്. ഒരു 8:30 മണിയായപ്പോൾ നമ്മൾ കൊല്ലം എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരം ഒരു 4:30 മണിയായപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ എത്തി. ഞങ്ങൾക്ക് ബാൻഡഡോസിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ തൃശ്ശൂരാണ് അന്നത്തെ ദിവസം സ്റ്റേ ചെയ്തത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ 5:30 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഈ കാണുന്നത് രാവിലെ 5:30 കുതിരൻടണൽ വഴി പോകുന്നതാണ്.
അങ്ങനെ സേലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു 27 ഹെയർ പിൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹെയർ പിന്നിന് കയറുന്ന സ്ഥലം കാണാനായിട്ട് ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഫുള്ള് മലയും ഡാമും ഒക്കെ കാണാൻ പറ്റും സൈഡിൽ. അപ്പോൾ എല്ലാ വീഡിയോ ഒന്നും നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോസാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുന്ന ചുരത്തിൻ്റെ പേര് തിമ്പം എന്നാണ്. അപ്പോൾ ഈ തിമ്പം എന്ന് പറയുന്ന സ്ഥലം ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ്. ഈ കാണുന്നത് 21ാമത്തെ ഹെയർ പിൻ ബെൻഡാണ്. അപ്പോൾ ഈ കാണുന്നതാണ് സത്യമംഗലം ടൈഗർ റിസർവ്. അപ്പോൾ അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ സത്യമംഗലം കാട്ടിനകത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചു. വീണ്ടും ഞങ്ങൾ കാട്ടിനകത്തൂടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കാണുന്നതെല്ലാം കാട്ടാനകളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ പുലിയും അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും നമുക്ക് പോകുന്ന വഴിയിൽ ചിലപ്പോൾ കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ പോകുന്ന ടൈമിൽ അങ്ങനെ പുലിയൊന്നും കണ്ടില്ല. ഇതുവഴി പോകുന്നതിനായിട്ട് നമുക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ട്. 30 വേണം നമ്മൾ പോകാനുള്ളത്. അങ്ങനെ തമിഴ്നാടിൻ്റെ ബോർഡർ കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് കർണാടകയിലോട്ടാണ്. അങ്ങനെ ഇത്രയും നേരം ഞങ്ങൾ കാട്ടിനകത്തൂടെ യാത്ര ചെയ്തിട്ട് അവസാനം ഒരു മാനിനെ കാണാൻ പറ്റി. കുറേ ദൂരം നല്ല കാടും അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഉള്ള സ്ഥലമാണിത്. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ വെള്ളമൊക്കെ കുടിക്കാൻ ഇറങ്ങി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് വീണ്ടും വണ്ടി ഓടിച്ചു തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു.
അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ സ്റ്റേ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേ എടുത്തത് തുങ്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് കുറച്ച് മുമ്പായിട്ടാണ് ഞങ്ങൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളതിൽ ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. താജ്മഹൽ കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതായിരുന്നു. ഇപ്പൊ താജ്മഹൽ